ഇത് നമുക്കൊന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് പോകാം, ഡൽഹിയിലേക്ക് പോകാം. അവിടെ കൊണാട്ട് പ്ലേസിൽ നിന്ന് സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സജു, രാജ്യ തലസ്ഥാനത്ത് എങ്ങനെയാണ് ആഘോഷ പരിപാടികളൊക്കെ? വൻ പരിപാടികളാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായ ആളുകൾ എത്തുന്ന പ്രധാന സ്ഥലങ്ങളൊക്കെ എവിടെയാണ്? ദിവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണാട്ട് പ്ലേസിലാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 1000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 6 മണി മുതലാണ് ഔദ്യോഗികമായിട്ട് ഇവിടുത്തെ പരിപാടികൾ ആരംഭിക്കുക. ഈ പരിപാടികൾക്ക് മുൻപോടിയായിട്ട് ഇപ്പോൾ കൊണാട്ട് പ്ലേസിലെ സെൻട്രൽ പാർക്കിൽ ഉദ്യോഗസ്ഥരെ, അതായത് CRPF അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിന്റെയും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയുള്ള മീറ്റിംഗ് അല്പസമയത്തിനകം ആരംഭിക്കുക. അതിനുശേഷമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാർക്കിന് തൊട്ട് പുറത്തായിട്ടുള്ള റോഡിലാണ് ഇവിടെ ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്ററിലധികം നീളുന്ന ഈ റോഡിലായിരിക്കും ഡൽഹിയിലെ രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നത്. ലോകമെമ്പാടും പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലും വലിയ ആഘോഷ പരിപാടികളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ചില ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ വന്ന് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ജനത്തിരക്ക് തന്നെയാണ് എല്ലാ വർഷങ്ങളിലും ഡൽഹിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന വാഹന നിയന്ത്രണം, അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഡൽഹി പോലീസ്. എന്തായാലും വലിയ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സെൻട്രൽ പാർക്കിൽ ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പോലീസിന്റെ ഇപ്പോൾ ഈ നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് ഈ പാർക്കിൽ വന്ന ജനങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഉയർന്ന പോലീസിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. CRPFന്റെ അടക്കം ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും 6 മണിയോട് കൂടിയായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്തെ കൊണാട്ട് പ്ലേസിൽ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ അവിടെ കൊണാട്ട് പ്ലേസിൽ ആളുകൾ എത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാം ന്യൂ ഇയറിനെ വരവേൽക്കാൻ, ആഘോഷിക്കാനായി അവിടെ എത്തിയവരാണ്. രാജ്യ തലസ്ഥാനത്തുള്ള വിവരങ്ങളാണ് നമ്മൾ കണ്ടത്.